ഹായ് എവരിവൺ, ഒരിക്കൽ കൂടി എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ട്രേഡിംഗ് സെറ്റപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പലപ്പോഴും നമ്മൾ മൂവിങ് ആവറേജസ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. സോ പലപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ മൂവിങ് ആവറേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു മൂവിങ് ആവറേജ് മറ്റൊരു മൂവിങ് ആവറേജിന് ക്ലോസ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാം എന്ന രീതിയിലുള്ള സെറ്റപ്പ്സാണ് നമ്മൾ പലപ്പോഴും മൂവിങ് ആവറേജിൽ കണ്ടിട്ടുള്ളത്. ബട്ട് ഈ ഒരു സെറ്റപ്പിൽ, ട്രേഡിംഗ് സെറ്റപ്പിൽ നമ്മൾ ഒരു സിംഗിൾ മൂവിങ് ആവറേജ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ പ്രോഫിറ്റബിൾ അല്ല, നിങ്ങൾ പല സെറ്റപ്പുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലോസിലാണ്, നിങ്ങൾക്ക് ഇതുവരെ സ്ട്രാറ്റജി കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ശ്രമിക്കുക. മേ ബി ടൈം കുറച്ച് കൂടുതൽ എടുക്കാം, ബട്ട് ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ ഫുള്ളി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ പേരെന്ന് പറയുന്നത് FYERS എന്നാണ്. ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സുഭാഷി എന്ന് പറഞ്ഞൊരു ട്രേഡറാണ്. സോ ഒരു സിംഗിൾ മൂവിങ് ആവറേജിനെ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം എന്നത് ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലത്തെ ട്രേഡിംഗ് സെറ്റപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മൾ അറിയിക്കുക. ഇതേപോലത്തെ ട്രേഡിംഗ് സെറ്റപ്പ് വീഡിയോസ്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ്, പല ട്രേഡിംഗ് സെറ്റപ്പ്സ് നിങ്ങൾക്ക് അറിയുവാൻ ഇനി ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈക്ക് ചെയ്യുക. ആ ഒരു ലൈക്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു, ഇനിയും ഇതേപോലത്തെ വീഡിയോസ് നമ്മളോട് അതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. സോ ഈ ഒരു സെറ്റപ്പ് നമ്മൾ കാണുന്നതിന് മുമ്പ് ചില ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങളൊരു സെല്ലിംഗ് സൈഡിലേക്കാണ് ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ബൈയിങ് സൈഡിലേക്കാണ് ഈ സെറ്റപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്യാൻഡിൽസിൻ്റെ കളറ്, ഷേപ്പ്, ഹൈറ്റ്, ലെങ്ത്ത് ഇതൊന്നും പ്രോബ്ലമല്ല. ചെറിയ ക്യാൻഡിലായിക്കോട്ടെ, വലിയ ക്യാൻഡിലായിക്കോട്ടെ, അതിൻ്റെ ഷേപ്പ് എങ്ങനത്തെ ആയിക്കോട്ടെ, എൻഗൾഫിംഗ് ആയിക്കോട്ടെ, പിൻബാർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊന്നും പ്രോബ്ലം അല്ല. അതിൻ്റെ കളറും പ്രോബ്ലമല്ല. സോ വളരെ സിമ്പിളായിട്ടുള്ള ചില കണ്ടീഷൻസ് മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഉള്ളൂ. സോ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്യണം. സോ നമുക്കൊരു മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്യാം. മൂവിങ് ആവറേജ് ഓക്കെ. സോ നമുക്ക് റിബൺ യൂസ് ചെയ്യാം, മൂവിങ് ആവറേജ് റിബൺ. അവിടെ നമുക്ക് ഇത്ര അധികം മൂവിങ് ആവറേജിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒരേ ഒരു മൂവിങ് ആവറേജ് മതി. ദെൻ സിമ്പിൾ മൂവിങ് ആവറേജ് മാറ്റി ഞാൻ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു 20 ഡേ മാറ്റി ഞാൻ 5 ഡേയ്സ് സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ കളറും ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ. സോ നമുക്കിവിടെ 5 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജ് കിട്ടി. സോ നമ്മൾ മൂവിങ് ആവറേജ് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രൈസിൻ്റെ കൂടെയല്ല ഒരു മൂവിങ് ആവറേജ് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 20 ഡേയുടെ മൂവിങ് ആവറേജ് ആണ് ഈ ഒരു രീതിയിൽ ട്രാവൽ ചെയ്യും. ഒരു 200 ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു രീതിയിൽ ട്രാവൽ ചെയ്യും അല്ലേ. സോ മൂവിങ് ആവറേജ് എപ്പോഴും തന്നെ പ്രൈസിന് കുറച്ച് അകലെയാണ് ട്രാവൽ ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ ഒരു ദിവസം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ 20 എന്നുള്ളത് 5 ആക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൻ്റെ കൂടെ മൂവിങ് ആവറേജ് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങളിപ്പോൾ ഒരു 1 ഇടുകയാണെങ്കിൽ എല്ലാ ക്യാൻഡിലുമേയും മൂവിങ് ആവറേജ് ഇങ്ങനെ ടച്ച് ചെയ്യപ്പെടുന്നതായിരിക്കും. സോ അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്കൊരു ട്രേഡും എടുക്കാൻ പോസിബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ടാണ് നമ്മളൊരു 5 ഡേ ഒരു ഐഡിയയിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. 5 ഡേ നമ്മൾ ഇടുമ്പോൾ ചില പർട്ടിക്കുലർ കണ്ടീഷൻസിൽ മാത്രം ചില ക്യാൻഡിൽസ് മൂവിങ് ആവറേജിന് ടച്ച് ചെയ്യാണ്ട് ഒരുപാട് അകലെ ഫോം ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ക്യാൻഡിൽസാണ് നമുക്ക് വേണ്ടത്. ഈ ചില പർട്ടിക്കുലർ കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവ്സ്, ബിഗ് മൂവ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ചില പർട്ടിക്കുലർ കണ്ടീഷൻസ്. സോ ഒരു ബിഗ് മൂവ്മെൻറ്റ് ഫോം ചെയ്യുമ്പോൾ പലപ്പോഴും ആ ബിഗ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബിഗ് മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാൻഡിലെല്ലാം തന്നെ ഈ 5 ഡേ മൂവിങ് ആവറേജിന് ഒരുപാട് അകലെയായിരിക്കും ഫോം ചെയ്യുന്നത്. സോ അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു ക്യാൻഡിൽ, അതായത് ഹൈ ലോ ബോഡി ഈ 5 ഡേയ്സിന് ടച്ച് ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ എപ്പോഴെങ്കിലും ഫോം ആയാൽ ആ ക്യാൻഡിലിനെ നമ്മൾ അലേർട്ട് ക്യാൻഡിൽ എന്ന് പറയും. ഓക്കെ. സോ ഈ ഒരു കേസിൽ ഇതാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ. ദെൻ അഗെയിൻ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ അലേർട്ട് ക്യാൻഡിലിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ, ആ ക്യാൻഡിൽ അലേർട്ട് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യണം എന്നതാണ്. സോ ഈ ഒരു കാര്യത്തിൽ ഇതിൻ്റെ കണ്ടീഷൻ അപ്ലൈ ആയി. ബട്ട് എഗെയിൻ ഇതൊരു അലേർട്ട് ക്യാൻഡിലായി, കാരണം ഇവിടെയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ഇതുമായി ടച്ച് ചെയ്തിട്ടില്ല. സോ ഇതൊരു അലേർട്ട് ക്യാൻഡിൽ, ഇത് എഗെയിൻ ഒരു അലേർട്ട് ക്യാൻഡിൽ. ദെൻ ഈ ഒരു അലേർട്ട് ക്യാൻഡിലിൻ്റെ ലോ നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം. സോ ഇവിടെ വീണ്ടും ബ്രേക്ക് ചെയ്തു, ബട്ട് എഗെയിൻ ഇതൊരു അലേർട്ട് ക്യാൻഡിലായി. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്.
സോ ഇവിടെ ലോ ബ്രേക്ക് ചെയ്തു. അഗെയിൻ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. ആ ഒരു പ്രീവിയസ് അലേർട്ട് ക്യാൻഡലിൻ്റെ ഹൈ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആക്കി ഇടാം. പിന്നെ അഗെയിൻ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് നല്ലൊരു ട്രെൻഡ് വന്നു. ഓൾമോസ്റ്റ് ഡേ ലോ വരെ നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അല്ല അതിക്ക് മുമ്പേ നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സിറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, ബട്ട് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു മൂന്നും അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഒരു അലേർട്ട് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു. സോ ഒരിക്കൽ കൂടി സെല്ലിംഗ് സൈഡിൽ നമുക്ക് ഒരിക്കൽ കൂടി ഒരെണ്ണം കൂടി നോക്കാം. ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് സ്റ്റൈലല്ല. ഒരു ട്രെൻഡ് റിവേഴ്സ് ചെയ്യുമ്പോൾ ആ റിവേഴ്സിങ് പോയിൻ്റ് കണ്ടുപിടിച്ച് ആ റിവേഴ്സ് പോയിന്റിൽ പെർഫെക്റ്റ് എൻട്രി എടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോ ഈ ഒരു സ്ട്രാറ്റജി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും, ബട്ട് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ട് ഹിറ്റ് ചെയ്തേക്കുന്ന പല സ്റ്റോപ്പ് ലോസിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജി വളരെയധികം ഫേമസ് ആയിട്ടുള്ളത്. സോ ഒരിക്കൽ കൂടി നമുക്ക് സെല്ലിംഗ് സൈഡിലേക്ക് നോക്കാം. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞു. ഈ ഒരു ക്യാൻഡിലിൽ ഫോം ചെയ്തു, അലേർട്ട് വന്നു, ഇവിടെ അലേർട്ട് വന്നു, അഗെയിൻ ഇവിടെ അലേർട്ട് വന്നു. ബട്ട് ഈ ഒരു ക്യാൻഡിലിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ വെച്ച് നമുക്ക് ഒരു ട്രെൻഡ് എടുക്കാം, ഒരു ട്രേഡ് എടുക്കാം. ഈ ഒരു ഹൈ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. ബട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റായി പിന്നീട് താഴേക്ക് വരികയും ചെയ്തു അല്ലേ. സോ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ബട്ട് എഗെയിൻ ഇവിടെ നിന്ന് വീണ്ടും ഒരു അപ്പ് ട്രെൻഡ് ഉണ്ടായി. ഇവിടെ ഒരു അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു. ഇവിടെ വെച്ച് നിങ്ങൾക്ക് എൻട്രി എടുക്കാനും സാധിച്ചു. ഇവിടെ ഒരു അലേർട്ട് ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ എൻട്രി എടുത്തു. ദെൻ അഗെയിൻ മാർക്കറ്റ് ഡൗൺ. സോ ഇവിടെ വന്ന സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് കവർ ചെയ്യപ്പെടുകയും പിന്നീട് ഒരു 1:2 എങ്കിലും മിനിമം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാകും. സോ അതാണ് ഈ ഒരു സ്ട്രാറ്റജി. ഇതൊക്കെ ഇത്ര അല്ലാട്ട് പോയേ ഡേ ലോ വരെ നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുത്തത് ഇവിടം വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു. സോ അത്രത്തോളം വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണിത്. സോ സെല്ലിംഗ് സൈഡിൽ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. സോ ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇവിടെ എവിടെയെങ്കിലും അലേർട്ട് ഉണ്ടായോ? ഇവിടെ ഒരു അലേർട്ട് ഉണ്ടായി, ബട്ട് അഗെയിൻ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. ഇവിടെ ഒരു അലേർട്ട് ഉണ്ടായി, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ദെൻ അഗെയിൻ സെല്ലിങ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു അലേർട്ട് ക്യാൻഡിൽ കിട്ടി. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അലേർട്ട് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ഒരു ബിഗ് മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ബിഗ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഒരു അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു. ഇവിടെ നിങ്ങളൊരു എൻട്രി എടുത്തു. ദെൻ അഗെയിൻ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. സോ ഇതാണ് സെല്ലിംഗ് സൈഡിലേക്കുള്ള ഒരു എൻട്രി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ബൈയിങ് സൈഡിലേക്ക് നോക്കാനായിട്ട് നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം വേണം യൂസ് ചെയ്യാനായിട്ട്. കണ്ടീഷൻസ് സെയിം ആണ്, ബട്ട് ക്യാൻഡിൽ മാത്രം 15 മിനിറ്റ്സ്. സോ ഇവിടെ നമുക്ക് കാണാം മാർക്കറ്റ് താഴേക്ക് വന്നു. ഇതൊരു അലേർട്ട് ക്യാൻഡിലായിട്ട് ഫോം ചെയ്തു. ഇതൊരു അലേർട്ട് ക്യാൻഡിലായിട്ട് തന്നെ ഫോം ചെയ്തു. ബട്ട് ഇതിൻ്റെ ഹൈയോ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ദെൻ അഗെയിൻ തേർഡ് ക്യാൻഡിൽ ഒരു അലേർട്ട് ക്യാൻഡിലായി, ബട്ട് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. സോ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാം, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ദെൻ അഗെയിൻ നിങ്ങൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ആ ഒരു സൈഡ് വേസ് ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു മൂവ്മെൻറ്റ് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കിട്ടിയിട്ടുണ്ട്. ഒരു മൂവ്മെൻറ്റ് താഴേക്ക് വന്നു. ഇവിടെ ഒരു അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു, ബട്ട് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തില്ല. ഇവിടെ ഒരു അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ നമുക്കൊരു ട്രേഡ് എടുത്താൽ ദെൻ അഗെയിൻ വെരി ഗുഡ് മൂവ്മെൻറ്റ് നമുക്ക് മുകളിലേക്ക് കിട്ടി. സോ ബൈയിങ് സൈഡിൽ 15 മിനിറ്റ്സും സെല്ലിംഗ് സൈഡിൽ 5 മിനിറ്റ്സും വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ക്യാൻഡിലിൻ്റെ ഹൈ ലോ ബോഡി ഇതൊന്നും 5 EMI ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്യാണ്ട് ഉണ്ടായ ഒരു ക്യാൻഡിൽ അലേർട്ട് ക്യാൻഡിൽ ആവുകയും ആ ക്യാൻഡിലിന് നെക്സ്റ്റ് ക്യാൻഡിൽ അലേർട്ട് ക്യാൻഡിലിൻ്റെ ലോ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കാം. സെല്ലിംഗ് സൈഡിലേക്കാണെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യണം, ബൈയിങ് സൈഡിലേക്കാണെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യണം. ബൈയിങ് സൈഡിലേക്കാണെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ.
സെല്ലിംഗ് സൈഡിലേക്കാണെങ്കിൽ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ യൂസ് ചെയ്താൽ മതി. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. വളരെ നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. ഓക്കെ, സോ ഇതേപോലത്തെ ട്രേഡിംഗ് സെറ്റപ്സ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് നമ്മൾ അറിയിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഇനിയും പുതിയ പുതിയ ട്രേഡിംഗ് സെറ്റപ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അതുവരെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.